പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ പ്രത്യേകിച്ച് ലഷ്കർ-ഇ-തോയ്ബ തങ്ങളുടെ അജണ്ട നടപ്പിലാക്കാൻ പുതിയതും വിചിത്രവുമായ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലഷ്കറിന്റെ ഡെപ്യൂട്ടി മേധാവിയും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ സൈഫുല്ല കസൂരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായ ഭീഷണി മുഴക്കുകയും ഇന്ത്യക്കെതിരെ ജലഭീകരത എന്നൊരു പുതിയൊരു പ്രചാരണം നടത്തുകയും ചെയ്യുന്ന വീഡിയോയാണ് പുറത്തുവന്നത്. പാകിസ്ഥാനിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. വീഡിയോ സന്ദേശം ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മറവിൽ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കസൂരി സമീപകാലത്ത് പാകിസ്ഥാനിലുണ്ടായ പ്രളയത്തിന് പ്രതികാരം ചെയ്യുമെന്നും പ്രളയത്തിന് കാരണം ഇന്ത്യ മനഃപൂർവ്വം അനിയന്ത്രിതമായി വെള്ളം തുറന്നുവിട്ടതാണെന്നും ആരോപിക്കുന്നു. പാകിസ്ഥാനിലെ പൊതുജനവികാരം ആളിക്കത്തിക്കാനും അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റത്തിനും ഭീകരാക്രമണങ്ങൾക്കും കളമൊരുക്കാനുമുള്ള ഒരു വലിയ പ്രചാരണ യുദ്ധത്തിന്റെ ഭാഗമാണ് ഈ ഭീഷണിയെന്ന് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. എന്താണ് ഈ പുതിയ ഭീഷണിയുടെ പൊരുൾ? ഇത് എങ്ങനെയെല്ലാം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു? ലഷ്കർ-ഇ-തോയ്ബ സ്ഥാപകൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയായ ലഷ്കർ കമാൻഡർ സൈഫുല്ല കസൂരിയുടെ പ്രസ്താവന കേവലം ഒരു ഭീഷണി എന്നതിലുപരി പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. കസൂരിയുടെ പ്രധാന ആരോപണം ഇന്ത്യ മനഃപൂർവ്വം വെള്ളം തുറന്നുവിട്ട് പാകിസ്ഥാനിൽ പ്രളയം സൃഷ്ടിക്കുന്നു എന്നാണ്. ഇതിനെയാണ് കസൂരി ജലഭീകരത എന്ന് വിളിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ പാകിസ്ഥാൻ സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും കഴിവില്ലായ്മയ്ക്കെതിരെ രാജ്യത്തിനകത്തുയരുന്ന വിമർശനങ്ങളിൽ നിന്ന് പൊതുജന ശ്രദ്ധ മാറ്റാനുള്ള ഒരു ഉപകരണമായി ഈ പ്രചാരണം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ ദുരിതത്തിന് കാരണം ഇന്ത്യയാണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ആഭ്യന്തര വിമർശനങ്ങളെ നിശബ്ദമാക്കുകയും തീവ്രവാദ സംഘടനകൾക്ക് വീണ്ടും ജനപിന്തുണ നേടാൻ കഴിയുകയും ചെയ്യും. പ്രകൃതി ദുരന്തങ്ങളെ ഇന്ത്യയുടെ യുദ്ധ നടപടികളായി ചിത്രീകരിക്കുന്നത് പുതിയ തീവ്രവാദ നീക്കങ്ങൾക്കും സൈനികവൽക്കരണത്തിനും ഒരു ധാർമ്മികമായ ന്യായീകരണം നൽകാൻ ലഷ്കറിനെ പോലുള്ള ഗ്രൂപ്പുകളെ സഹായിക്കുന്നു. നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യയോട് പ്രതികാരം ചെയ്യുക എന്ന പേരിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും അവരെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കുമായി സജ്ജരാക്കാനും ഈ വ്യാജ പ്രചാരണം വഴിയൊരുക്കുന്നു. കസൂരിയുടെ പ്രസ്താവനയിൽ പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെ ഫീൽഡ് മാർഷൽ എന്ന് പുകഴ്ത്തുന്നതും പ്രധാനമന്ത്രി മോദിയെ 2025 മെയ് 10 ചെയ്തതുപോലെ ഒരു പാഠം പഠിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും ശ്രദ്ധേയമാണ്. ഇത് ലഷ്കർ പോലുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് പാക് സൈന്യത്തിലെ ചില ഘടകങ്ങളുടെ പിന്തുണയുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾക്കനുസൃതമായി പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നു എന്നതിൻ്റെയോ സൂചനയായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കാണുന്നു. ISIയുടെ പിന്തുണയോടെയുള്ള പ്രചാരണ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെ ഇന്ത്യൻ സൈന്യം കാണുന്നത്. കസൂരിയുടെ വീഡിയോ കേവലം സോഷ്യൽ മീഡിയ പ്രൊപ്പഗണ്ട മാത്രമല്ല, ഇന്ത്യക്കെതിരെയുള്ള ഒരു പുതിയ ഹൈബ്രിഡ് യുദ്ധതന്ത്രത്തിന്റെ സൂചനയാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നു. ഹൈബ്രിഡ് യുദ്ധം എന്നാൽ പരമ്പരാഗത സൈനിക നീക്കങ്ങൾക്കൊപ്പം പ്രചാരണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദം, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിക്കുന്ന ഒരു തന്ത്രമാണ്. രഹസ്യാന്വേഷണ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലാഹോർ, ബഹാവൽപൂർ എന്നിവിടങ്ങളിൽ ലഷ്കർ സെല്ലുകൾക്ക് ജമ്മു, പഞ്ചാബ് മേഖലകളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പഹൽഗാം 2 എന്ന് രഹസ്യമായി വിളിക്കപ്പെടുന്ന ഒരു വലിയ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നുണ്ടെന്നും സൂചനയുണ്ട്. മുൻപ് 2000 പഹൽഗാമിൽ ലഷ്കർ നടത്തിയ കൂട്ടക്കൊലയുടെ ഓർമ്മകളെ ഉണർത്തുന്ന ഈ പേര് വരാനിരിക്കുന്ന ആക്രമണത്തിന്റെ തീവ്രതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തീവ്രവാദ സംഘടനകൾ തങ്ങളുടെ മതപരവും സാമൂഹികവുമായ നെറ്റ്വർക്കുകളും പ്രളയ ദുരിതാശ്വാസം പോലുള്ള മാനുഷിക ഒഴികഴിവുകളും ഉപയോഗിച്ച് ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പൊതുജന പിന്തുണ തേടാനും ശ്രമിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ മറവിൽ വിദ്വേഷ പ്രചാരണം നടത്തുകയും പ്രകൃതി ദുരന്തങ്ങളെ ഇന്ത്യയുടെ യുദ്ധ നടപടികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിലൂടെ തങ്ങളുടെ തീവ്രവാദ നിലപാടുകളെ സമൂഹത്തിൽ സാധൂകരിക്കാൻ അവർക്ക് സാധിക്കുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ലഷ്കർ പ്രവർത്തകർ ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങൾ വ്യാപകമാക്കുന്നു. ഈ തന്ത്രം അതിർത്തി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഇന്ത്യയോട് സംശയവും വെറുപ്പും ഉണ്ടാക്കാൻ ലക്ഷ്യമിടുന്നു. കൃത്യമായ വ്യാജ വാർത്തകളും ഭീകരമായ ആഖ്യാനങ്ങളും ഉപയോഗിച്ച് ഒരു മാനസിക യുദ്ധം സൃഷ്ടിക്കാനും
അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധവും മുന്നോട്ടുള്ള വഴിയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനകളുടെ ഈ ഭീഷണികളെയും ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളെയും ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത്തരം ഭീഷണികൾ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെ തളർത്താൻ പോകുന്നില്ലെന്ന് ന്യൂഡൽഹിയിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പരമാധികാരം ലംഘിക്കാനുള്ള ഏതൊരു ശ്രമത്തിനും ശക്തവും നിർണായകവുമായ നടപടി ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നവർക്ക് തക്ക മറുപടി നൽകാൻ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാണ്. ഭീകരതയെയും വ്യാജ പ്രചാരണങ്ങളെയും നേരിടാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം സജ്ജമാണ് എന്ന് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ആശ്വാസകരമാണ്. എങ്കിലും ഈ പുതിയ ഹൈബ്രിഡ് യുദ്ധതന്ത്രങ്ങളെ തകർക്കാൻ രാഷ്ട്രീയ, സൈനിക, വിവര സാങ്കേതിക തലങ്ങളിൽ ശക്തവും ഏകോപിതവുമായ ഒരു പ്രതികരണം ആവശ്യമാണ്. ഈ പ്രചാരണ യുദ്ധത്തിൽ വിജയിക്കുക എന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഒരു നിർണായക ഘടകം കൂടിയാണ്.